ഇന്ത്യൻ ജനാധിപത്യം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വനിതാ സംവരണ ബിൽ നിയമമാകാൻ പോകുന്നു. എന്നാൽ അതിന്റെ നടപ്പിലാക്കൽ എന്ന് സംഭവിക്കും എന്ന ചോദ്യം ബാക്കിയാണ്. ഈ ബില്ലിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ അപ്രമാദിത്യം ഉറപ്പിക്കാൻ BJP ഇതിനു പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തന്ത്രം എന്താണ്? നമുക്ക് നോക്കാം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതാണ് വനിതാ സംവരണ ബിൽ. നീതിയുക്തമായ ആവശ്യം മുന്നിൽ വയ്ക്കുന്ന ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികളും BJPയുടെ മറ്റ് സഖ്യകക്ഷികളും എതിർക്കാനിടയില്ല. പക്ഷേ ഈ ബില്ലിന് പിന്നിൽ BJP വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നത് പ്രതിപക്ഷത്തെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നാരി ശക്തി വന്ദൻ അധിനിയം വെറുമൊരു സ്ത്രീക്ഷേമ നിയമം എന്നതിലുപരി വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാന്റെ ഭാഗമാണ്. ബില്ലിലെ ഏറ്റവും തന്ത്രപരമായ ഭാഗം അത് മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ജനസംഖ്യയിലെ മാറ്റത്തിനനുസരിച്ച് ലോകസഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്ന പ്രക്രിയയാണത്. നിലവിൽ നമ്മൾ പിന്തുടരുന്നത് 1971 സെൻസസ് പ്രകാരമുള്ള മണ്ഡലങ്ങളാണ്. 2026 ശേഷം മാത്രമേ പുതിയ മണ്ഡല പുനർനിർണയം പാടുള്ളൂ എന്ന് മുൻപ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിശ്ചയിച്ചിരുന്നു. അതായത് വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ ഒന്ന് മാറ്റി അഴിച്ചു പണിയേണ്ടി വരും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുമ്പോൾ ജനസംഖ്യ നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോകസഭാ സീറ്റുകൾ കുറയുകയോ വർദ്ധിക്കാതിരിക്കുകയോ ചെയ്യും. എന്നാൽ ജനസംഖ്യ കുതിച്ചുയർന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വൻതോതിൽ വർദ്ധിക്കും. BJPക്ക് വലിയ സ്വാധീനമുള്ള ഈ മേഖലകളിൽ സീറ്റുകൾ കൂടുന്നത് അവർക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. വനിതാ സംവരണത്തിന്റെ മറവിൽ ഈ സീറ്റ് വർധനവ് നടപ്പിലാക്കാൻ എളുപ്പമാകും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പേടി. ഈ പ്രക്രിയയെ വനിതാ സംവരണവുമായി കൂട്ടിയിണക്കുന്നതിലൂടെ ഡീലിമിറ്റേഷനെതിരെയുള്ള എതിർപ്പുകളെ വൈകാരികമായി നേരിടാൻ അവർക്ക് സാധിക്കും. ഡീലിമിറ്റേഷൻ എന്നത് BJPയെ സംബന്ധിച്ച് ഭരണഘടനാപരമായ കടമ മാത്രമല്ല, അത് നോർത്ത് ഇന്ത്യയിലെ തങ്ങളുടെ കോട്ടകൾ ഭദ്രമാക്കാനുള്ള രാഷ്ട്രീയ എഞ്ചിനീയറിംഗിന്റെ ഭാഗം കൂടിയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ വലിയൊരു വിഭാഗം നിശബ്ദ വോട്ടർമാർ സ്ത്രീകളാണ്. ഈ നിയമത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി മാറാൻ BJP കഴിയും. നൂറ്റാണ്ടുകളായി പുരുഷാധിപത്യം നിലനിന്നിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സംസ്കാരത്തിൽ 1/3 സ്ത്രീകൾ വരുന്നത് വലിയൊരു സാമൂഹിക വിപ്ലവമായിരിക്കും. ഇത് നിയമനിർമ്മാണത്തിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കാരണമാകും. കുടുംബ രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കാതെ സാധാരണക്കാരായ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ വൈവിധ്യമുള്ളതാകും. ചുരുക്കത്തിൽ വനിതാ സംവരണ ബിൽ എന്നത് വെറുമൊരു സംവരണമല്ല, അത് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ മുന്നോടിയാണ്. മണ്ഡല പുനർനിർണയം എന്ന കടമ്പ കടക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമ്പോൾ തന്നെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തുല്യനീതി ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. സവർണ ഉപരിവർഗ സ്ത്രീകൾക്ക് മാത്രം ഈ നിയമത്തിന്റെ ഗുണം ലഭിക്കുമോ എന്ന ആശങ്ക ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലുണ്ട്. ഈ വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത പക്ഷം നാരി ശക്തി എന്നത് ഭാഗികമായി മാത്രമേ പൂർണ്ണമാകൂ.